എന്റെ മോൾക്ക് ലങ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സക്ക് ചെയ്ത് കളഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധം തെളിയുന്നതുവരെ ICUവിൽ കിടക്കട്ടെ. എന്തായാലും ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഡോക്ടർ എന്റെ മോളെ ഒന്ന് കണ്ടോളൂ. ഇതാ 7000 ഉണ്ട്. ഇതുവരെ പണം കടം തരാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. സുജയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ സാരമില്ല, കാര്യം നടക്കട്ടെ. ശ്രീകുമാറെ, മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനില്ല. പേവാർഡിലേക്ക് മാറ്റി. ഇവിടുത്തെ ബില്ലൊക്കെ കുറുപ്പേട്ടനോട് ചോദിച്ചു, പൈസ കിട്ടി. ശ്രീയേട്ടനപ്പോ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചു. ആവശ്യം വന്നാ ആരുടെ മുന്നിലും കൈ നീട്ടാം. ഞാനും കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കെല്ലാം വഴിയെ മനസ്സിലായിക്കോളൂ. ഞാൻ വന്നത് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എന്നെ ധിക്കരിച്ച് നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ ഇനി അവളെ എൻ്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലാന്ന്. പക്ഷേ ഇപ്പൊ ടോമിയാ നിർബന്ധിച്ചത് തിരിച്ചു വിളിച്ചോണ്ട് വരാൻ. പിന്നെ ഞാനും ആലോചിച്ചു, എൻ്റെ മോക്കിങ്ങനെ ഒരു നട്ടലില്ലാത്ത കുശിനിക്കാരൻ ഭർത്താവ് വേണ്ടെന്ന്. ഡാ, നിന്റെ ഈ കുശിനിപ്പണി ചെയ്യുന്നവർ എൻ്റെ വീട്ടിൽ 4. അവർക്ക് പോലും അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട്. എൻ്റെ മോടെ ഒരു തലയിലെടുത്ത് അന്നാ ടോമിയും കൂടെ കൂട്ടുന്നു. ടോമി 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 അവൻ ഒറ്റൊരുത്തിനെതിരൊക്കെ കാരണം. എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ അവനാ. സുജ ജോലി രാജിവെക്കാൻ പോലും കാരണം അവനാ. എന്ത് പറഞ്ഞാലൊരു ടോമി. നാണയില്ല നിനക്കത് പറയാൻ? ജോലി രാജിവെച്ചു. നിനക്കെന്തായിരുന്നു ജോലി? അടുക്കള പണി. നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയായിട്ട് ആണുങ്ങളെ പോലെ വാ. അന്ന് അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. നിങ്ങൾ വിളിച്ചു നോക്ക്, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അവള് വരും. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വൈകിയാണെങ്കിലും അവൾക്ക് ബുദ്ധി ഒന്നും. അമ്മേ, നമ്മള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ അച്ഛൻ വന്നില്ലേ? അച്ഛൻ കുറച്ചു ദിവസം കഴിഞ്ഞു വന്നോളൂ. സുജ നീ? ഞാനും മോളും പോവാ ശ്രീയേട്ടാ. ഒറ്റയ്ക്കാവുമ്പോ ശ്രീയേട്ടന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളൂ. അച്ഛാ, ഞങ്ങള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അച്ഛൻ എന്താ വരാത്തെ? തടയരുത്. മോള് വല്യപ്പച്ചന്റെ അടുത്തേക്ക് ചെല്ല്. അച്ഛാ, ടാറ്റാ. സുജയ് പ്ലീസ്. ഒരുപാട് ആലോചിച്ചു. ഇതാ ശരി. വരട്ടെ. കുറിപ്പേട്ടോ, എങ്ങനെയുണ്ടാ? പ്രാവശ്യം രാവിലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ തുടങ്ങാലോ. ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുടെ ബാച്ചിലേഴ്സ് പാർട്ടി എന്തായിരുന്നു?
പാചക ക്ലാസ്, അടിപ്പാവാട ഉണക്കല്, എന്നാൽ ഈ കുടുംബശ്രീ. ശുചിക്ക് എന്തിന്റെ കേടാ? എന്തു കുറവുണ്ടായിട്ടാ? ശ്രീകുമാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിലേ സുഹൃതം ചെയ്യണം. എടി, ആണുങ്ങളെ പോലെ ജീവിക്കണം, അല്ലാതെ അടുക്കളയിൽ കയറി നിരങ്ങി. ശ്ശോ. എനിക്ക് ആ ശ്രീകുമാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ശ്രീകുമാറെ, സ്വന്തം ഭാര്യയും മോളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കിയവനാണ് ഞാൻ. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ സുജ പോയതിലും തെറ്റു പറയാൻ പറ്റില്ല. ആർക്കും ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ചായൻ പറയുന്നത്? ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. അല്ലലില്ലാതെ കാര്യങ്ങൾ നടക്കാൻ 10 ചക്രം കയ്യിൽ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും, അവളും മോളും തിരിച്ചു വരും. ആ വരൂടാ, പക്ഷേ ഒരു കണ്ടീഷൻ. നീ എങ്ങനെയെങ്കിലും എന്റെ റോസമ്മയെ തിരിച്ചു കൊണ്ടുവരണം. മോനെ, തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മടുത്തടാ. അച്ചായ, റോസമ്മയെ തിരികെ കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. എടാ, എന്റെ പ്രേമവും ആ കുട്ടിയും മഴയും ഒക്കെ വെറും പുളുവായിരുന്നടാ. നീ ഹിറ്റ്ലർ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ മഴ സീൻ ഓർമ്മ വന്നപ്പോ വെള്ളപ്പുറത്ത് വെച്ച് കാച്ചിപ്പോയതാടാ. അപ്പൊ ഒന്നുമില്ലേ? അതല്ലേ പറഞ്ഞു ഇതുവരെ. വെള്ളം അടിക്കുമ്പോ ഓരോ ഭാവനകൾ. സർ, വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. രമേശ, എടാ നോക്കടാ, നമ്മുടെ പാചകാധ്യാപകൻ പുതിയ വേഷത്തില്. പാചകം നിർത്തി പാറാവായ. ഡേയ്, നിനക്ക് കിട്ടിയതൊന്നും പോരെ? നിനക്കിട്ട് ഞാൻ തരാട്ടാ. ചെല്ലേ. അല്ല സാറേ, സാറിന് പുതിയ ജോലിയൊക്കെ കിട്ടിയ. എന്തായാലും സാറിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലട വിനു? അതെ അതെ അതെ. രമേശ, ഈ വായനശാലയുടെ മുമ്പിൽ ഇങ്ങനെ വായും കയറി നിൽക്കാതെ നീ അങ്ങോട്ട് പോരെ. എനിക്ക് ഈ വേഷം ചേരുവൊന്നുമില്ല. എന്നാൽ ഇവിടെ നിൽക്കണ നിപ്പ് ആ ബാറിന്റെ മുമ്പിൽ വന്ന് നിന്നാ വൈകുന്നേരം ആകുമ്പോ 4 കാശും കിട്ടും, പറയാനൊരു പണിയാവും. വന്നേ, ഇല്ലെങ്കിൽ ഈ കാലത്ത് പെണ്ണ് കിട്ടില്ല കേട്ടോ. ആ, കളി കിടക്കട്ടെ. ശരി, ഇരി മതിയായല്ലേ കളി? ആരടാ ഈ നേരത്ത്? അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്കും മനുഷ്യ. എടി മോളെ, നിന്ന് എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു, മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള തലയ്ക്ക് പിടിച്ച വെച്ച് കീറിക്കൊള്ളും, വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടി പോകരുത്. ഇല്ല. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണാവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഒരു മിനിറ്റ് ഇരിക്കട്ടെ, ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം. അതെ, ജാങ്ങളുടെ കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. 1 മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജയെ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം.
എന്താണാവോ? സുജയും മോളും. സുജിയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടറൊന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിൽക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. നിക്ക് എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം. മോള്? അവൾക്ക് സുഖം. അല്ല, പഠിത്തമൊക്കെ? ഇവിടെ സെയിന്റ് ആന്റണീസിലാണ്. എന്നെ പറ്റി ചോദിക്കാറില്ലേ? ഉവ്വ്. അച്ഛൻ ജോലിക്ക് പോയേക്കുവാ. തിരിച്ചു വന്ന അമ്മയും മോളെയും അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അവളത് വിശ്വസിച്ചിരിക്കുക. ഇരുന്നാ ഒരു ചായ എടുക്കാം, കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം. മോൾ കൊടുത്തേക്ക്. സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ ഈ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്. അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ, അല്ലേ? റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീമാരെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ചു പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാന്. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്ക്. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാ മൂലെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോജ, നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക. രാജ്യം സ്മരിക്കും. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല.
എന്റെ നിവൃത്തികേടുകൊണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആർമി സൈബർ സെല്ലിൽ ഞാൻ ജോയിൻ ചെയ്തു. जी साहब, आप जा सकते हैं. ശത്രുരാജ്യത്തിന്റെ ഏത് സൈറ്റിലും സഞ്ചരിക്കാനുള്ള ഒരു പ്രോഗ്രാം കോർഡിനേഷൻ സൈന്യത്തിന്റെ കൂടെ. സൈന്യത്തിൽ ഒരാളായി ഞാനും. Boys, we have to be alert 24/7. Okay? Sir, you continue. Vijay, move! Morning, sir. Good morning. Captain Satish. Major Srikumar. Welcome, sir. Thank you. ഈ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ വളരെ രസികനായ ഒരു മലയാളിയാണ്. ഹി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു, സർ. പാട്രിയോട്ടിസം തലക്കി പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക, ഷുഡ് സേ നോട്ടി ഓഫീസർ. So, Miss Kaul, do you get my point? No, sir. I didn't get you. See color? Coloring, painting, ചായം പൂശുക. Shaya? പൂശുക. Pushu? അങ്ങനെയും പറയാം. സംജാ? Now you get my point? Yeah. Sir. Yes, please. Please come. Sir. This is Major Srikumar for a cyber mission. Okay. Sir? आप बैठे जी. Please sit down, Miss Kaul. ഇരിക്കൂ. Sir. By the way, she is Captain Suneet Kaul and he is Major Srikumar. Hi, ma'am. Hello, sir. ഞാൻ ഈ കൊച്ചിന് കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. Sir. വളയ്ക്കുക, ഒടിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാരെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, പൂശുക. Yeah, that's right. Yeah. Sir? So, Miss Kaul, you may leave now. We'll meet in the evening. Okay, sir. Okay? Thank you. Bye. ഒന്ന് മാറിക്കേ. എങ്ങനെ? കൊള്ളാം സർ. എന്നാ കൊള്ളാന്ന്? താൻ ശരിക്കൊന്ന് കണ്ടോ? താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്നാ മനുഷ്യനാന്ന്. എടോ, ഒരു ഫ്രസ്ട്രേഷൻ. എല്ലാം ഒന്ന് പൊട്ടിച്ചെറിഞ്ഞാലേ കാഞ്ഞിരപ്പള്ളി കവലയിൽ കൂട്ടുകാരുകൊത്ത് ലുങ്കിയൊക്കെ മടക്കി കുത്തി എല്ലാം ഒരു തരം തിരിച്ചു പിടിക്കലാണ്. അതൊക്കെ പോട്ടെ. സോ യു ഹാവ് ടേക്കൻ ചാർജ്. വാട്ട് ആർ യുവർ പ്ലാൻസ്? വെൻ, ഹൗ ആൻഡ് വേർ? സർ, ഏത് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ പോലും ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത് ഏത് ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ രാജ്യത്തിന് ത്രെട്ടായിട്ടുള്ള ഏത് സൈറ്റും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള ഹാർഡ് കോർ വൈറസ്. ടാർഗറ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ടെററിസ്റ്റ് സൈബർ വേൾഡ്. That's great, sir. Good luck. Thank you, sir. സർ, മേജർ ശ്രീകുമാർ ഹിയർ സർ. ടെൽ മീ മേജർ. മിലിറ്റൻസിന്റെ വളരെ ഗൗരവമുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഗോഡ്, ഐ ആം കമ്മിങ്. ഞാൻ ദാ എത്തി. പ്ലീസ് സർ. സർ, പ്ലീസ് പ്ലീസ്. യെസ് സർ, ടേക്ക് എ ടിക്കറ്റ് ടു US Embassy. 5 persons on 6th July. July 6th means next week. Sir, they are planning to attack US Embassy, Delhi. Origin of the message? 1 second, sir. Sir, ദാ ഇവിടെ IP അഡ്രസ് ട്രേസ് ചെയ്തു. സാർ, മെസ്സേജ് വന്നിരിക്കുന്നത് ഇറ്റ്സ് ഫ്രം POKയിൽ ഒരു ഹബ്ബിൽ നിന്നാണ്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. സാർ, മെസ്സേജ് റിസീവ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. Oh my God. So the ultimate target is the US Embassy, Delhi.
റൈറ്റ് സർ. സതീഷ്, ഗെറ്റ് മീ മേജർ ജനറൽ ശരത് സർ, ക്വിക്ക്. സർ. ശ്രീ സർ, ഈ അറ്റാക്ക് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫോയിൽ ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ മേജർ അച്ചീവ്മെന്റ്. ഹോപ്പ് സോ സർ. ഗുഡ് വർക്ക്. താങ്ക് യു സർ. മേജർ ജനറൽ ശരത് സർ ഓൺലൈൻ. സർ, സൈബർ വിംഗ് ഹെഡ് ചെയ്യുന്ന മേജർ ശ്രീകുമാർ മിലിറ്റൻസിന്റെ ഒരു മേജർ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്തു. ഡൽഹി US എംബസി ഈസ് ബീങ് ടാർഗറ്റഡ്. 6th July സർ. ഫുൾ ഇൻഫർമേഷൻസ് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം സർ. താങ്ക് യു സർ. സർ, അഭിമാനം തോന്നി തുടങ്ങിയ നിമിഷങ്ങൾ. സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഹങ്കാരം തോന്നി തുടങ്ങിയ നാളുകളായിരുന്നു അത്. ഈ കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതേ നാട്ടിലെ നമ്മുടെ പഴയ കുഴിപ്പന്ത് കളിയില്ലേ സർ? അതാ. ഔ, ഹായ് സുനീത്, ഹൗ യു? ഐ എം ഹിയർ at the snooker lounge. Okay, come over. We'll go together. Okay, see you. Bye. സുനീത് കൗ. സർ. തെറ്റിദ്ധരിക്കല്ലേ? ഇല്ല സർ. വെരി നൈസ് ഗേൾ. അറിയാം സർ. വളരെ നല്ല കുട്ടിയാ സർ. സർ, മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഓപ്പറേഷൻ സക്സസ്. എല്ലാ ചാനൽസിലും ന്യൂസ് ലൈവായി വന്നു തുടങ്ങി സർ. ഗുഡ്. TV on. സർ. That an officer from South, literally a Keralite, Major Sri Kumar, the head of Cyber Cell, handed over all the information regarding this threat to the army headquarters from Srinagar. दिल्ली US एम्बेसी के नजदीक में 5 बाइक में आए हुए आतंकवादियों को फौजियों ने गोली मार गिराया है. दिल्ली पुलिस को भी बगैर बताए फौजियों ने ये कदम उठाया है. മലയാളം. ഡൽഹിയിലെ US എംബസി ആക്രമിക്കുവാൻ പദ്ധതിയിട്ടിരുന്ന 5ഓളം വരുന്ന ഭീകരരെ സൈന്യം കൊലപ്പെടുത്തി. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു സൈന്യത്തിന്റെ നീക്കം. US എംബസിയിലേക്ക് ബൈക്കുകളിൽ വന്ന് 5ഓളം ഭീകരവാദികളെ കൊലപ്പെടുത്തിയത് സൈന്യത്തിന്റെ രഹസ്യ നീക്കത്തോടെയാണെന്നാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഓപ്പറേഷന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് മലയാളിയായ മേജർ ശ്രീകുമാറാണ്. ഡൽഹി പോലീസിന് പോലും വിവരങ്ങൾ കൈമാറാതെയായിരുന്നു. Congrats. സർ. Good job. താങ്ക് യു സർ. Please. സർ. താനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ ഏറ്റവും നല്ല തുടക്കമാണ് സർ. പക്ഷേ ഒന്നും ലൈറ്റായിട്ട് എടുക്കരുത് സർ. ബി വെരി കോഷ്യസ് സർ. എന്ത് സസ്പിഷൻ തോന്നിയാലും അപ്പം എന്നെ അറിയിക്കണം. ബി ഇറ്റ് മെയിൽ ഓർ മെസ്സേജ്. സർ. ശത്രുക്കളുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി നിങ്ങൾ. ബി വെരി കെയർഫുൾ. ഓക്കെ സർ.